ഹലോ ഗൈസ്, ജെഫോട്ടോങ്ങനെ പുതിയൊരു വീഡിയോ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് എന്തുകൊണ്ടാണ് കൂടാത്തത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് നമുക്ക് പെട്ടെന്ന് കൂട്ടാൻ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. പുതിയതായിട്ടുള്ള യൂട്യൂബേഴ്സിന് എല്ലാം ഉള്ള പ്രശ്നമാണത് അല്ലേ. സബ്സ്ക്രൈബേഴ്സാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം. നമുക്ക് വാച്ചിങ് കംപ്ലീറ്റ് ആക്കുമോ അതൊന്നും അല്ല എല്ലാവരുടെയും പ്രശ്നം, സബ്സ്ക്രൈബേഴ്സാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നേക്കുന്നത്. അപ്പോൾ ഗൈസ്, കുറച്ച് സൗണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വേറെ ഒന്നുമല്ല, ഞാൻ ടൗണിലാണുള്ളത്. പപ്പാനെ എൻ്റെ ഫാദറിന് സുഖമില്ല, അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിനാണ് പുറത്താണുള്ളത്. അപ്പോൾ അത് നമുക്കറിയാലോ, വേറൊരു വണ്ടിയിനകത്ത് ഇരുന്നിട്ടാണ് ചെയ്യുന്നത്, എൻ്റെ വണ്ടിയിലല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. സബ്സ്ക്രൈബേഴ്സിൻ്റെ പ്രശ്നം എല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കുന്ന ചോദിക്കുന്ന കാര്യം, ചേട്ടാ എനിക്ക് വ്യൂസ് ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അന്ന് സബ് ചെയ്യുന്നില്ല ആരും. എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ ആൾക്കാർ സബ് ചെയ്യാത്തത്? അത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിലൊരു പ്രശ്നം ഉണ്ടാതിരിക്കുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കറിയാം, നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരുന്നത് ഷോർട്ട് വഴിയാണ് അല്ലേ. കൂടുതൽ ആൾക്കാരും ഷോർട്ട് ചെയ്യുമ്പോഴാണ്, അതായത് നമുക്ക് ലോങ് വീഡിയോൻ്റെ അകത്തുനിന്ന് സബ്സ്ക്രൈബേഴ്സ് വരൽ കുറവാണ്. കണ്ടിഷ്ടപ്പെട്ട ചാനലിനകത്ത് കയറിയിട്ടൊക്കെ സബ് ചെയ്യണം. പക്ഷേ ഷോർട്ട് വീഡിയോയ്ക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു ഷോർട്ട് എടുക്കുന്ന സമയത്തിന് അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അങ്ങനെ സബ്സ്ക്രൈബ് ബട്ടൺ ഉള്ളപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നേരെ സബ്സ്ക്രൈബ്, അങ്ങനെ ഷോർട്ട് വൈറലാകുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി സബ് വരുന്നത്. എന്നിട്ടും നമ്മുടെ സബ് വരാത്തത് 2000 വ്യൂസ് വന്നിട്ടും നമ്മുടെ ചാനൽ സബ് വരാത്തത് എന്താണ്? കൂടുതൽ ആൾക്കാരും പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരാളെ സബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ സബ് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ ഒരു ചാനൽ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടിട്ട്, എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ആ സബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് പിന്നെയും നിങ്ങൾക്ക് കാണണം എന്ന ആഗ്രഹം വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം. നമുക്ക് ആ ഒരു വീഡിയോ കൊണ്ട് നമുക്കൊരു മനസ്സുഖം അല്ലെങ്കിൽ നമുക്കൊരു ഉപകാരം കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ വീഡിയോ പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്യുള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എത്ര പേരുടെ ഷോർട്ട് യൂട്യൂബിൽ കാണുന്നുണ്ടാവും, നിങ്ങൾ എത്ര പേരുടെ ചാനൽ സബ് ചെയ്യുന്നുണ്ടാവും, നിങ്ങളിതിനെ ചിന്തിച്ചു നോക്ക്. അത് നമ്മൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് നമ്മുടെ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രമാണ്. ഒന്നാമത്തെ കാര്യം, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമേ സബ് ചെയ്യുള്ളൂ. അത് ചെയ്യേണ്ട കാര്യം എന്താ, നമ്മുടെ കണ്ടന്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക, ഒന്നാമത്തെ കാര്യം. പിന്നെ ട്രെൻഡിങ് ടോപ്പിക്കുകൾ, ആൾക്കാരുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പിന്നെയും ചെയ്യാൻ നോക്കുക. അതിപ്പോൾ ഏത് ടൈപ്പ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനലിൽ സബ് വരുള്ളൂ. പിന്നത്തെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വ്യൂസ് മൊത്തത്തിൽ വരുന്ന വ്യൂസ്, അത് എൻഗേജ്ഡ് വ്യൂസ് ഉള്ള ആൾക്കാർ മാത്രമേ സബ് ചെയ്യുകയുള്ളൂ. അതായത് നമ്മുടെ വീഡിയോയിൽ ഒരു 3 സെക്കൻഡ് മുകളിലെങ്കിലും വന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ എൻഗേജ്ഡ് ആയിട്ടുള്ള വ്യൂസ് മാത്രമേ നമ്മുടെ ചാനലിൽ സബ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അല്ലാത്ത വരുന്ന, അത് 2000 വ്യൂസ് കിട്ടിയ ഒരു ഷോർട്ടറാണെങ്കിൽ അതിന് ഏകദേശം ഒരു 1000 അല്ലെങ്കിൽ 700 വ്യൂസേ നമുക്ക് എന്താവുള്ളൂ, എൻഗേജ്ഡ് ആയിട്ടുണ്ടാവുള്ളൂ. അവരിൽ നിന്ന് മാത്രമേ നമുക്ക് സബ് കിട്ടുള്ളൂ. അങ്ങനെ എൻഗേജ്മെന്റ് കൂടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ വീഡിയോന്റെ കണ്ടന്റ് നല്ലതായിരിക്കണം. ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് എൻഗേജ്മെന്റ് കൂടാത്തത്. ആൾക്കാർ നമ്മുടെ വീഡിയോന്റെ കവർ ഫോട്ടോ കണ്ട് ക്ലിക്ക് ചെയ്യും, എന്താ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ആൾക്കാർ പരമാവധി ഒരു ആവറേജ് ടൈം കാണണം. അങ്ങനെ കാണുമ്പോഴല്ലേ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ് ചെയ്യുള്ളൂ. അല്ലാതെ കാണാതെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് എൻഗേജ്മെന്റ് ഇല്ലാണ്ട് പോകുന്നത്. അപ്പോൾ പരമാവധി നമ്മുടെ വീഡിയോയ്ക്ക് എൻഗേജ്മെന്റ് കൂട്ടാൻ നോക്കണം. അങ്ങനെയാണെങ്കിലേ വീഡിയോ വൈറലാവുള്ളൂ. വീഡിയോസ് എത്ര കണ്ട് വൈറലാവുന്നു അതിനനുസരിച്ച് സബ് കൂടിക്കൊണ്ടിരിക്കും. നമുക്കറിയാം, ഒരു 1 ലക്ഷം കിട്ടിയ വീഡിയോസിൻ്റെ അകത്തുനിന്ന് നമുക്ക് എത്ര കിട്ടും? പരമാവധി ഒരു ആവറേജ് ഒരു ചാനലൊക്കെ 1 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു 10, 100, 150 സബ്ബൊക്കെ വരും ഒറ്റയടിക്ക്. എൻ്റെ മെയിൻ ചാനൽ, ഫാമിലി വ്ലോഗ് ചാനലിനകത്ത് എനിക്ക് 2.5 കോടി വ്യൂ കിട്ടിയ വീഡിയോ ഉണ്ട്. 2.5 കോടി വ്യൂ കിട്ടിയ വീഡിയോ, അതിനകത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് ഏകദേശം 40,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. 2.5 കോടി കിട്ടിയ വീഡിയോൻ്റെ അകത്ത് എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും വന്ന് അങ്ങനെയാണ്, ഫാമിലി വ്ലോഗിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ വീഡിയോ എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നോ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ സബ് ചെയ്യുള്ളൂ. അത് മാത്രമല്ല, എൻഗേജ്മെൻറ്റ് കൂടുതൽ വേണമെന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സബ്ബില്ല എൻ്റെ വീഡിയോക്ക് സബ് കയറുന്ന പറയുമ്പോൾ നിങ്ങളുടെ വീഡിയോ ആർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് നമ്മൾ ചിന്തിക്കണം. നമ്മളത് മനസ്സിലാക്കാണ്ട് വേറെ ആരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ചാനലിലെ വീഡിയോസ് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരമോ എൻ്റർടൈൻമെൻറ്റോ കൊടുക്കുന്നില്ലെങ്കിൽ ആൾക്കാർ സബ് ചെയ്യൂല. അതാണ് പ്രശ്നം. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുള്ളൂ. അത് മാത്രമല്ല, ട്രെൻഡിങ് ആയുള്ള ടോപ്പിക് എടുത്ത് ചെയ്യാൻ നോക്കുക. പഴഞ്ചൻ ചിന്താഗതികളും ചെയ്ത വീഡിയോസ് തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ആൾക്കാർ സബ് ചെയ്യൂല. പിന്നത്തെ കാര്യം, വീഡിയോ വൈറലാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വൈറലായി കഴിഞ്ഞാൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുള്ളൂ.
2000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 പേര് സബ് ചെയ്താൽ ചെയ്തു. 5000 പേര് കണ്ട വീഡിയോ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 സബ് വരും. അങ്ങനെ 1,00,000 ആണെങ്കിൽ 10-100 സബ് വരും. അപ്പോൾ അതിങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടിക്കൂടി വരും. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോസ് വൈറലാക്കാം, നല്ല എൻഗേജ്മെൻറ്റ് രീതിയിൽ കിട്ടുന്ന രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ആക്കുക, നല്ല ക്ലിക്ക് കിട്ടുന്നതിൽ കവർ ഫോട്ടോ ടൈറ്റിൽ കൊടുക്കുക, ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് നമ്മളത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്ത ആൾക്കാരാണ് പിന്നെയും സബിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരുമിച്ച് മുന്നേറാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അടിയിട്ട് സബ് ചെയ്യുന്നില്ലേ, അങ്ങനെ ചെയ്തിട്ട് നിങ്ങളുടെ സബ് കൗണ്ട് കൂടാനും പോകുന്നില്ല. കൂടിയിട്ടുണ്ടെങ്കിൽ ആ സബ് ഇറങ്ങി പോവുകയും ചെയ്യും, അതായത് സ്പാമായി പോകും. അങ്ങനെ ചെയ്യരുത് പരമാവധി. കാരണം അതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം നമ്മൾ ഒരുപാട് പേര് ചെയ്തിട്ട് ഇങ്ങനെ സബ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരാളെ സബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കണ്ട് ഒരു കുറേ നേരം നമ്മൾ ആ വീഡിയോ വാച്ച് ചെയ്ത് അതിനൊരു കമൻറ്റ് കിട്ടിയതിന് ശേഷം സബ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ സബ് സ്പാമായി പോകും, ഉള്ള സബും കൂടെ ഇറങ്ങി പോകും. ഓക്കെ, നമ്മുടെ ചാനൽ ഫ്രീസ് ആവും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യാൻ നോക്കുക. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സബ് വന്നോളൂ.